എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്താ പഞ്ചപ്പാടം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസംബർ 15 ന്യൂസ് ആണ്. ഓക്കെ, ഡിസംബർ 15 ഹിന്ദു അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 ദിവസം ന്യൂസ് ഇല്ലായിരുന്നു. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് ഏതെങ്കിലും ദിവസം ന്യൂസ് ഇല്ലാത്ത സമയത്ത് അതിന്റെ PDF മറ്റോ കാര്യങ്ങൾ വായിച്ചൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഹിന്ദു പേപ്പർ വെച്ചുകൊണ്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഒരു PDF-ഉം പ്രധാനപ്പെട്ട ന്യൂസുകളുടെ PDF ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡിസ്കഷൻ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല, മറിച്ച് ഹിന്ദു ന്യൂസ് പേപ്പറിലൂടെ മാത്രമാണ് എന്ത് ഡിസ്കഷൻ കടന്നു പോകുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ട ന്യൂസുകളായിട്ട് ഇൻഫ്ലേഷൻ, ചാർജം പ്രോജക്ട്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ബന്ധപ്പെട്ട് എക്സ്ട്രാ ആഡ് വന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ജുഡീഷ്യറിയിലുള്ള റെപ്രസെന്റേറ്റീവ് ജുഡീഷ്യറി, അതുപോലെ തന്നെ UAPA, അതുപോലെ തന്നെ PCA ഫ്രെയിംവർക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പ്രിലിംസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കേണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള PDF ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ PDF ഞാൻ എന്ത് ചെയ്യാം ടെലിഗ്രാം ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാം. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് UPSC or KS പഠനം നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. ഇന്ന് ഫസ്റ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരുന്ന ന്യൂസ് ആയിരുന്നു ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ. നമുക്കറിയാം അതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇൻഫ്ലേഷൻ നോക്കേണ്ടതുണ്ട്. അതായത് ജനറൽ പ്രൈസ് ലെവലിൽ ഉണ്ടാവുന്ന ഇൻക്രീസിനെ പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ. ഒരൊറ്റ ഗുഡ്സിന്റെ പ്രൈസ് മാത്രം കൂടുന്നതിന് ഒരിക്കലും നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയാറില്ല. എല്ലാം കൂടി വിലക്കയറ്റം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഗുഡ്സ്, അത് ഹോൾസെയിലിൽ ഡിഫറെന്റ് ആണ്, റീറ്റെയിലും മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഗുഡ്സ് ആണ്. അതിന്റെ ഇൻക്രീസ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ നോക്കുന്നത് അറിഞ്ഞിരിക്കാം. അതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. അതിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ കൂടുതൽ ഉണ്ടായിട്ടുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഫുഡും ഫ്യൂൽ പ്രൈസ് കൂടിയതുകൊണ്ടാണ് ഇത് ഉണ്ടായെന്നുള്ളതാണ്. അപ്പൊ അത് ജസ്റ്റ് ഡാറ്റ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് എന്താണ് ഇൻഫ്ലേഷൻ, എന്താണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ, എന്താണ് റീറ്റെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, MSP അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് PDF പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ADB, നിങ്ങൾ ADB ബന്ധപ്പെട്ടത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും ജസ്റ്റ് എന്ത് ചെയ്യണം ഇതിന്റെ കൂടെ നോക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അതാണ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നത്. മറ്റു ന്യൂസ് ഉണ്ടായിരുന്നത് ഈ ചാർദം ഹൈവേ ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്രൂവ് ചെയ്തിട്ടുണ്ട് വൈഡനിങ് ചെയ്യാനുള്ള ചാർദം ഹൈവേ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ ഹൈവേ ന്യൂസ് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷേ ഈ ചാർദം എന്താണ്, ചാർദം പ്രോഗ്രാം ഉണ്ട് നമുക്ക്, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ജസ്റ്റ് ഞാൻ ഇവിടെ ഓൾറെഡി എന്ത് ചെയ്ത് ന്യൂസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ചാർദം പ്രോഗ്രാം എന്താ, പ്രൊജക്ട് എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങളെ കണക്ട് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രധാനമായിട്ട് എന്ത് ചെയ്യാണ് കണക്ടിവിറ്റി ഓഫ് ദി ചാർദം പിൽഗ്രിം സെന്റേഴ്സ്, ബദ്രിനാഥ്, കേദർനാഥ്, ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ആ 4 സ്ഥലങ്ങൾ നമ്മൾ കണക്ട് ചെയ്യാനുള്ള അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉപയോഗപ്പെടുത്താനുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളും പക്ഷെ അതേസമയത്ത് അതിന് നേരിടുന്ന എൻവയോൺമെന്റ് കൺസേൺസും കൂടി അവിടെ അറിയിച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഏകദേശം ഒരു 600 ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്ട്രോയ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കൂടുതൽ ആളുകൾ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഗ്ലേഷ്യൽ ബ്രോക്കൽ ഉണ്ടാവാനുള്ള സാധ്യത ഒക്കെ നമുക്ക് അതിൽ പറയാൻ പറ്റുന്നതാണ്. അതേസമയത്ത് ആ പ്രോജക്റ്റ് എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. നമുക്ക് ടൂറിസം വർദ്ധിപ്പിക്കാനും മറ്റുള്ള ഹിമാലയൻ ഏരിയാസിലെ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോജക്റ്റും കൂടിയാണ്. അപ്പൊ ജസ്റ്റ് അതിന്റെ 2 ഭാഗവും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. PDF ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞിരിക്കാം. ഓക്കെ, അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത് അതാണ് അതിൽ അറിഞ്ഞിരിക്കണം. മറ്റു പിന്നെ ഇതിന്റെ ഒരു ഡൽഹി ബേസ്ഡ് ആയതുകൊണ്ട് അതിന്റെ ഡൽഹി ബേസ്ഡിലുള്ള റീജിയണൽ ന്യൂസ് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് അത് വായിക്കാം. നിങ്ങളുടെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട റീജിയണൽ ന്യൂസ് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാം. പിന്നെ മറ്റൊരു ന്യൂസ് എഡിറ്റോറിയൽ കോളവുമായി ബന്ധപ്പെട്ട ന്യൂസ് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് വരുന്നത്. ജസ്റ്റ് ഈ ഒരു എന്താണ് ഈ ഒരു ഇൻഫ്ലേഷൻ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാന്നുള്ളതിന്റെ ബന്ധപ്പെട്ട ഈ ഒരു കാര്യം തന്നെയാണ് എഡിറ്റോറിയൽ ആയിട്ടുള്ളത്. അത് ജസ്റ്റ് ആ 2 എഡിറ്റോറിയൽ ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ആ എഡിറ്റോറിയലും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് ഈ ഒരു സ്കൂൾ അതോറിറ്റീസ് എന്ത് ചെയ്യണം ഓൾഡ് റോങ്സ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു ന്യൂസും കൂടി, ഇത് രണ്ടും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് രണ്ടും ജസ്റ്റ് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, പിന്നെ ആർട്ടിക്കിൾസിൽ ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കേണ്ട ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു ആർട്ടിക്കിൾ ആണ് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്നുള്ള ആ പ്രോഗ്രാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ജസ്റ്റ് ഒരു നോക്കി വെക്കുക. നാഷണൽ മോണിറ്റൈസേഷൻ പ്രോഗ്രാം പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരു മോണിറ്റൈസേഷൻ ഓഫ് ദി പൊട്ടൻഷ്യൽ ഏകദേശം 6.6 lakh crore എന്ത് ചെയ്യാണ് പ്രധാനമായിട്ടും അസറ്റ് ക്രിയേഷനിലൂടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഉദാഹരണമായിട്ട് സെക്ടേഴ്സ് റോഡ്, റെയിൽവേ, പവർ, ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പ് ലൈൻ, ടെലികോം, സിവിൽ ഏവിയേഷൻ, ഷിപ്പിംഗ് തുടങ്ങിയ മേഖലയിലൊക്കെ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഉദ്ദേശിക്കുന്നത് ഈ ഒരു
നമുക്കറിയാം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നോക്കുമ്പോൾ നീതി ആയോഗിനൊക്കെ പ്രകാരം സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് പബ്ലിക് സെക്ടർ ആവട്ടെ പ്രൈവറ്റ് സെക്ടർ ആവട്ടെ രണ്ടും കൂടി എന്താണ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു പ്രോഗ്രാം ആണ് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ഇത്തരത്തിലൊരു എക്കോണമിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഇത്തരത്തിൽ വലിയ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് വരുന്നതാണ്. പക്ഷേ നമുക്കറിയാം നമ്മളുടെ ഒരു എയിം ആണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നിർബന്ധമായിട്ട് ആവശ്യമാണ്. എന്തിനാണ്? ഇന്ത്യന്റെ ഒരു എയിം ആയിട്ടുള്ള 1.5 ട്രില്യണിലോട്ട് എന്ത് ചെയ്യുക, ഇന്ത്യയെ എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു 1.5 ട്രില്യൺ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 ട്രില്യൺ എക്കോണമി എന്നുള്ള ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പം പക്ഷേ ഇതേ സമയത്ത് നമ്മുടെ PSUs ഒക്കെ നേരിടുന്ന പ്രശ്നമുണ്ട്. ആ PSUs എന്ത് ചെയ്യാണ്, ഡിക്ലൈൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇതിലേക്ക് പറയുന്നത്. ഒന്നാമത് ഒരു പ്രൈമറി കോസ് ആയിട്ട് പറയുന്നതാണ് കോസ്റ്റ് ഓവർ റൺസ് ആണ്. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാണ്, ഈ പ്രോജക്ട് കംപ്ലീഷൻ ഒക്കെ ഡിലേ ആവുന്നതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച കോസ്റ്റിനേക്കാളും കൂടുതലായിട്ട് പോകുന്നതായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ അത് കൂടാതെ 1-2 കോഴ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കി വെക്കാം. പിന്നെ എസെൻഷ്യൽ സ്റ്റെപ്പ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ ഓതർ പറയുന്നുണ്ട്. ഓക്കെ, ഒന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സെറ്റപ്പ് ആക്കേണ്ടതുണ്ട്. ഓക്കെ, നല്ല കോർപ്പറേറ്റ് ഗവർണൻസ് ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ നമ്മളത് പബ്ലിക് ആയാലും പ്രൈവറ്റ് ആയാലും ഉണ്ടെങ്കിലേ ലോങ് ടേം ആയിട്ട് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാനൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, പറ്റുള്ളൂ എന്നുള്ളതാണ്. ജസ്റ്റ് ഈ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം ഞാനൊന്ന് അതിൽ പറഞ്ഞതാണ്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ആ എഡിറ്റോറിയൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആ ഒരു ആർട്ടിക്കിൾ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന റിപ്പീൽ ഓഫ് അസ്പ എന്നുള്ള അസ്പ എന്താന്നുള്ളത് ഞാൻ ആർമിക്ക് സ്പെഷ്യൽ പവർ കൊടുക്കുന്നതാണ്. അത് നമ്മൾ നാഗാലാൻഡിൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ജസ്റ്റ് ഈ എഡിറ്റോറിയൽ കോളും കൂടി എന്ത് ചെയ്യാം, ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു ആർട്ടിക്കിൾ. ഓക്കെ, അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. മറ്റൊന്ന് CGA എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് വിമൺ ജഡ്ജ് ജുഡീഷ്യറിയിൽ വേണം എന്നുള്ളൊരു ആവശ്യം നമ്മുടെ CGA ആയിട്ടുള്ള NB രമണ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു PDF ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റെപ്രസെന്റേറ്റീവ് ജുഡീഷ്യറി ഇൻ ഇന്ത്യ എന്നുള്ള വിമൺ പാർട്ടിസിപ്പേഷൻ എത്രത്തോളാണ്, ഓക്കെ, വളരെ കുറവാന്നുള്ള രീതിയിൽ, ഓക്കെ എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ അതിന് എന്തൊക്കെയാണ് ഇത്തരത്തിൽ ലോ റെപ്രസെന്റേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, കൊളീജിയം സിസ്റ്റത്തിന്റെ ഓപ്പേക്നെസ്, അതുപോലെ തന്നെ വിമൺ റിസർവേഷൻ ഇല്ല, അത്തരം ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ഇതിന്റെ ഫെമിലിയർ റെസ്പോൺസിബിലിറ്റീസ്, ഓക്കെ, അതുപോലെ തന്നെ അത്തരം ബന്ധപ്പെട്ട, ഓക്കെ, നോ സീരിയസ് അറ്റംപ്റ്റ് ഇതുവരെ നടന്നിട്ടില്ല, അത്തരം കാര്യങ്ങളൊക്കെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് വിമൺ റെപ്രസെന്റേഷൻ വരികയാണെങ്കിൽ ഉണ്ടാവുന്ന അതിന്റെ ഇമ്പോർട്ടൻസ്, ഓക്കെ, ജസ്റ്റിസ് കൂടുതൽ അവർ കിട്ടാൻ വേണ്ടി സ്വാഭാവികമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ വിധിക്കാനുള്ള കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ജുഡീഷ്യൽ റീസണിങ് ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടും പറയാൻ പറ്റും. വേഫറോടും കൊടുത്തിട്ടുണ്ട്, ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല പറഞ്ഞിരുന്നു, എങ്കിലും ഞാൻ പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞതാണ്. നിങ്ങൾ PDF ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ്, വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പൊ ഈ ഒരു CGA മുന്നോട്ട് വെക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് എന്ത് ചെയ്യണം, സുപ്രീം കോടതി അധികം ആവശ്യപ്പെടുന്നുണ്ട്, കൂടുതലായിട്ട് വിമൺ പാർട്ടിസിപ്പേഷൻ വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കറന്റ് ഇപ്പൊ ഇതുവരെ ഉണ്ടായാലും ഏറ്റവും കൂടുതൽ നമ്പർ വിമൺ പാർട്ടിസിപ്പേഷൻ ഉള്ളത് ഇപ്പത്തെ ജുഡീഷ്യറിയാണ്, ഇപ്പത്തെ സമയത്താണ് സുപ്രീം കോടതി ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വിമൺ ചീഫ് ജസ്റ്റിസും വരാൻ പോകുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡെലിവറി സിസ്റ്റം ഒക്കെ കൂടുതലായിട്ട് വിമൺ പാർട്ടിസിപ്പേഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് ഇംപ്രൂവ്, ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ എന്ത് ചെയ്യാൻ അവർ വന്നാൽ പറ്റും എന്നുള്ളതാണ് അവരുടെ പോയിന്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, PDF ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. മറ്റു ന്യൂസ് ഉണ്ടായിരുന്നത് UAP ബന്ധപ്പെട്ടാണ്, അത് നിങ്ങൾ വായിക്കേണ്ട ന്യൂസ് ആണ്. UAP എന്നിട്ട് ഏകദേശം ചെയ്യുന്നുണ്ട്, ഹാഫ് ഓഫ് ദി UAP എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം 30 വയസ്സിന് താഴെയുള്ളവരാണെന്നുള്ളതാണ് ന്യൂസ് വന്നത്. പക്ഷെ 53% എന്ത് ചെയ്യാണ്, ഈ UAP ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തതൊക്കെ ഈ ഒരു 30 വയസ്സിന് താഴെയുള്ളവരാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ UP-യിലാണ് കേസ് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് UAPA എന്താണെന്നുള്ളതാണ്. UAPA ഞാൻ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്, എങ്കിലും ആ സെയിം PDF ഞാൻ എന്ത് ഇവിടെ ഒന്നുകൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് UAPA ആക്ട് എന്താണ് അതിന്റെ ഒറിജിൻ, അതിൽ വരുന്ന കീ പ്രൊവിഷൻസ്, ഓക്കെ, അതുപോലെ തന്നെ എന്താണ് സ്ട്രിഞ്ചന്റ്, എന്തുകൊണ്ട് മറ്റുള്ള ലോക്കാളും സ്ട്രിഞ്ചന്റ് ആവുന്നു, അപ്പൊ എന്തുകൊണ്ട് UPA നമുക്ക് ആവശ്യമാണ്, അതുപോലെ തന്നെ അതിന്റെ ഇഷ്യൂസ്, സജഷൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ന്യൂസിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടാനേ ഉള്ളൂ കേട്ടോ. പിന്നെ വിയറ്റ്നാമുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ റിലേഷൻ ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, ആ സമയത്ത് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഇന്ത്യ വിയറ്റ്നാം റിലേഷൻ കൂടി വരും ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു റേഷൻ കാർഡ് എന്ത് ചെയ്യണം, കൂടുതലായിട്ട് സെക്സ് വർക്കേഴ്സിനെ കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു സുപ്രീം കോടതി. അപ്പൊ ജസ്റ്റ് നമുക്ക് ആ ഒരു സെക്സ് വർക്കേഴ്സ് ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ LGBT ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം, മറ്റൊരു ആംഗിളിൽ മനസ്സിലാക്കി വെക്കൽ നല്ലതായിരിക്കും. പിന്നെ NIA ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ടായിരുന്നു, ജസ്റ്റ് ഇത് വായിക്കാം. പക്ഷെ NIA നിങ്ങൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടും വായിക്കണം, വിട്ടുപോകരുത്. NIA ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അവരുടെ പവേഴ്സും
ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. മറ്റു ന്യൂസ് ഉണ്ടായിരുന്ന RBI എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കറക്റ്റീവ് ആക്ഷൻസ് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. എന്തിനാണ്? കൂടുതൽ കൺട്രോൾ NBFCs എടുക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് NBFC എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് എന്താണ് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്നുള്ളതും. ആ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്നുള്ള എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ PDF കൊടുത്തിട്ടുണ്ട്. വളരെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ. അതിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഈസി ആയിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ഇവര് നേരിടുന്ന മണി ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡെപ്റ്റ് ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്ന് അറിഞ്ഞിരിക്കുക. ബാങ്കിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാണ്, അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്ന് അറിഞ്ഞിരിക്കുക. അത് എന്ത് ചെയ്യുന്ന ഫ്രെയിംവർക്ക് അപ്ലൈ ടു ഓൾ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFCs, അതുപോലെ തന്നെ ഓൾ നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFCs ഇൻ ദ മിഡിൽ ആൻഡ് അപ്പർ ആൻഡ് ടോപ്പ് ലെയേഴ്സിൽ ഇൻക്ലൂഡിംഗ് ദ ഡ്യൂറിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ക്രെഡിറ്റ് ഫ്രെയിമിലൊക്കെ എന്ത് ചെയ്ത് അപ്ലിക്കബിൾ ആവും അറിഞ്ഞിരിക്കാം. ഓക്കെ, ഒബ്ജക്റ്റീവ് എന്താണ്? enable the supervisory intervention at the appropriate time and require a supervisory entity into the initiate and implement the റെമഡിയൽ മെഷേഴ്സ് ടൈംലി മാനറിൽ എടുക്കാൻ വേണ്ടി. അതോ കൂടുതലായിട്ട് ഡെപ്റ്റ് അല്ലെങ്കിൽ കടം കൊടുത്ത കമ്പനീസിന് അത് തിരിച്ചു കിട്ടാതെ, ബാങ്ക്സിന് തിരിച്ചു കിട്ടാതെ ആവുമ്പോൾ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഈസി ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് എന്ത് ചെയ്യുന്നത് ഈ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷനിൽ പറയുന്നത്. അതിന്റെ അസറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിറ്റിട്ടും മറ്റുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാണ് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ആ PDF ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും ന്യൂസിലാണ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇന്ന് നോക്കേണ്ടത്. ഞാൻ വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാനൊന്ന് ന്യൂസ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് വായിക്കുക. അതിന്റെ കൂടെ ഈ PDF കൂടി വായിക്കുക. PDF ഈസി ആയിട്ടുള്ള PDF ആണ്, വളരെ സിമ്പിൾ ലാംഗ്വേജിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് മറ്റൊരു ന്യൂസുമായിട്ട് ഉടൻ കാണാം. ബൈ.